വണ്ടിയുടെ 50,000 സർവീസിന് വേണ്ടിയിട്ട് നമ്മളപ്പോൾ കൊല്ലം കല്ലുംതാഴത്തുള്ള ഷോറൂമിലാണ് കൊടുത്തേക്കുന്നത്. വണ്ടി സർവീസിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കൊമറ്റാണ് EV വണ്ടി. ഇവിടെ കൂടുതലും കൊമറ്റ പോകുന്നത്. എനിക്കൊന്നും ഇവിടെ ഒന്നുമല്ല, MGയുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടികൾ കൊമറ്റും വിൻസറുമാണെന്നാണ് തോന്നുന്നത്. മിക്കവാറും പുതിയ വണ്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ കൊടുത്ത് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ചെയ്ത് കിട്ടി. ഇതാണ് ബില്ല്. 50,000 ബില്ലാണ്. 6,700 സംതിങ് ആയി. അപ്പോൾ 50,000 നോർമൽ പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറവാണ്. എന്നാലും EVകളിൽ ഈ 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ബില്ലുണ്ട്. EV വണ്ടിക്കും അത്യാവശ്യം AC-യുടെയും കാര്യങ്ങളും അലൈൻമെൻറ്റും ഒക്കെ ചെയ്യുമ്പോൾ ബില്ലുണ്ട്. അപ്പോൾ ഇത് വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 10,800 അടുപ്പിച്ചാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരു 6,700 സംതിങ് വന്നിട്ടുണ്ട്. കൂടുതലാണെന്ന് വെച്ചാൽ അത്ര കൂടുതലായിട്ട് പറയാൻ പറ്റില്ല, കാരണം 50,000 സർവീസാണല്ലോ. ഒരുവിധം പകുതി ആയിട്ടുണ്ട്. പിന്നെ വാഷിങ്ങിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അഴുക്കളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇവിടെയൊന്നും വെള്ളം അടിക്കാൻ പാടില്ല, മോട്ടറും ബാറ്ററിയൊക്കെ ഉള്ളതാണെന്നാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാലും ഓക്കെ, അത്യാവശ്യം വണ്ടിയിൽ അഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ടയർ 50,000 ഓടിയ കോമ്പറ്റിൻ ടയറാണ്. അത്യാവശ്യം ത്രെഡുണ്ട്. പിന്നെ ആ സെൻട്രൽ ലൈനിൽ മാത്രമേ ഉള്ളൂ ഒന്ന് തേഞ്ഞ് തീർന്നേക്കുന്നത്. ബാക്കിയെല്ലാം ബാക്ക് ടയറായാലും ഉണ്ട്. ഇത് ബാക്ക് വീൽ ഡ്രൈവ് വണ്ടിയാണ്. പിന്നെ നമ്മൾ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം സെയിം ആയിട്ടായിരിക്കും തേഞ്ഞ് തീരുക. അപ്പോൾ കണ്ടില്ലേ, മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ EVയുടെ ടയറും നല്ല ലൈഫ് കിട്ടും.